ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മനോഹർ ആ ചെക്കൊക്കെ മേടിച്ച് സന്തോഷത്തോടു കൂടി തന്നെ വണ്ടിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. കുറച്ചു ദൂരം സഞ്ചരിക്കുമ്പോൾ മനോഹർ മനസ്സിൽ വിചാരിക്കാണ്, ഈ പാക്കറ്റിൽ എന്താണെന്ന് നോക്കിയാലോ, ചെക്കാവാനേ ചാൻസ് ഉള്ളൂ, എന്നാലും ഒന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് തുറന്നു നോക്കുമ്പോൾ ഞെട്ടിപ്പോവാണ്. 1 കോടി രൂപയുടെ ചെക്കാണ്. എന്റെ ഈശ്വര, വീണ്ടും 1 കോടി രൂപയുടെ ചെക്കോ, ഞാൻ പൊളിക്കും എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് മനസ്സിലിങ്ങനെ ആലോചിക്കാട്ടോ. എടി സരിയോ, നിന്റെ സ്നേഹവും കടപ്പാടൊന്നും എനിക്കിനി ആവശ്യമില്ലടി. എടോ ബഗാസുര, തന്റെ പൈസയും എനിക്കിനി ആവശ്യമില്ല. കയ്യിൽ ഇപ്പൊ തന്നെ 2 കോടി വന്നു കഴിഞ്ഞു. ഈ കല്യാണം കഴിയുന്നതോട് കൂടി തന്നെ ഞാൻ കോടീശ്വരനാകും എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹർ ഒറ്റയ്ക്ക് ഇങ്ങനെ ചിരിച്ച് അങ്ങനെ കാട് കയറി ചിന്തിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് കിരണിനെയും കല്യാണിനെയാണ്. കിരൺ കല്യാണിയോട് ചോദിക്കേണ്ടേ, അല്ല ഈ വന്ദനയുടെ ആ ഒരു റോളും അതുപോലെ തന്നെ ആ ഒരു കഥ, അത് വന്ദനയും മനോഹർ നമ്മുടെ വിവാഹം നിങ്ങൾ എപ്പോഴും നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്, അല്ല അതിന്റെ ക്ലൈമാക്സ് ഉടനെ എങ്ങാനും കാണോ എന്ന് ചോദിക്കുമ്പോ, വരട്ടെ കിരണേട്ടാ, അത് കുറച്ചുകൂടി താമസം എടുക്കും. വന്ദനയെ ഇങ്ങനെ കുറച്ചു നാളുകൂടി മനോഹറിനെ പറ്റിക്കട്ടെ, അത് കാണാനൊരു സുഖമല്ലേ. അവനിങ്ങനെ വട്ടുപിടിച്ച് പ്രതീക്ഷയോട് കൂടി നടക്കണം കാണാൻ എന്താ രസം, അതെല്ലാരും ആസ്വദിക്കുന്നുണ്ട് എന്ന് പറയുമ്പോ കിരൺ പറയണ്ട്, അത് ശരിയാ, മനോഹരനെ പോലെ ഒരാൾക്ക് കൊടുക്കാൻ പറ്റിയ പണി തന്നെയാ നിങ്ങൾ പെണ്ണുങ്ങൾ എല്ലാരും കൂടി കൊടുക്കണത്. അവനൊരിക്കലും ഈ പണി ഒരിക്കലും മറക്കില്ല എന്ന് പറയാണ്. പിന്നെ വന്ദനയുടെ ബർത്ത്ഡേക്ക് ഭയങ്കര വില കൂടിയ മോതിരം അവൻ മേടിച്ചു കൊടുത്തത്, അതാ സരുവിന്റെ പൈസ കൊണ്ടായിരിക്കും. പിന്നെ അല്ലാതെ അയാള് ആ രാഹുൽ ഒരുപാട് ഉണ്ടാക്കിയതല്ലേ കിരണേട്ടന്റെ അമ്മേനെ പറ്റിച്ചിട്ട്, അവന്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ പോട്ടെ. പിന്നെ കിരണിന്റെ കിരണേട്ടൻ ഈ അവസ്ഥയിലാക്കിയത് ആ രാഹുലും ആ പ്രകാശനും വിക്രവും തന്നെയാണ്. അവരൊരുപാട് അനുഭവിക്കട്ടെ കിരണേട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ കല്യാണിന്റെ ഫോൺ ബെല്ലടിക്കാട്ടോ. ദേ കാർത്തിക ചേച്ചിയാ വിളിക്കണത് എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ കാർത്തിക ചേച്ചി, മോളെ നീ വീട്ടിലാണോ? അതെ, നീ എത്രയും പെട്ടെന്ന് ഇവിടെ സിറ്റിയിൽ നമ്മുടെ ഒഴിഞ്ഞ കോണിലുള്ള ഒരു ടെക്സ്റ്റൈൽസ് ഇല്ലേ, അവിടെ ഒന്ന് വരോ, ഒന്ന് വരാവോ? എന്താ ചേച്ചി, എന്താ കാര്യം? അതെ, ഇവിടെ ഗംഗപ്രസാദ് വന്നിട്ടുണ്ട്, ഞാൻ കണ്ടു അവനെ. സത്യമാണോ? അതേന്നേ, നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ, ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറയാണ്. ശരി ചേച്ചി, ഞാൻ ഇപ്പൊ വരാം എന്ന് പറയാണ്. എന്താ കല്യാണി, എന്താ കാര്യം? അതെ, ഗംഗപ്രസാദ് ഒരു ടെക്സ്റ്റൈൽസിലുണ്ടെന്ന്, ഞാൻ ഒന്ന് പോയിട്ട് വരാം കിരണേട്ട. ശരി, സൂക്ഷിക്കണം. ശരി കിരണേട്ട എന്ന് പറയാണ്. അങ്ങനെ കല്യാണി നേരെ ടെക്സ്റ്റൈൽസിലേക്ക് പോവാണ്. അവിടെ കാർത്തിക് ഉണ്ട് കേട്ടോ. മോളെ നീ എത്തിയോ? എവിടെ ചേച്ചി? അവൻ മുകളിലേക്ക് പോയിട്ടുണ്ട് മോളെ എന്ന് പറയാണ്. വാ ചേച്ചി എന്ന് പറഞ്ഞിട്ട് അവരകത്തേക്ക് കയറി പോവാണ്. ആ സമയത്ത് ഗംഗപ്രസാദ് തുണി എടുത്തോണ്ടിരിക്കേക്കോട്ടെ. പെട്ടതാണ് ഗംഗപ്രസാദ് അതുപോലെ തന്നെ കാർത്തികേനെയും കാണുന്നത്. ഇവരെന്താ ഇവിടെ? അയ്യോ, ഇനിയിപ്പൊ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. ആ സമയത്ത് അവിടെ സ്റ്റാഫ് വരുന്നുണ്ട്. എന്താ സർ, എന്താ വേണ്ടത്? എനിക്കൊരു ജാക്കറ്റ് വേണം. സർ, ജാക്കറ്റ് ഇവിടെയാണ് എന്ന് പറയൊക്കെ തന്നെ ആ സ്റ്റാഫിന് മുഖം മൂടിട്ട് ഗംഗപ്രസാദ് അടിച്ച് തകർത്ത് ഒരു മൂലിലിട്ട് അയാളെ യൂണിഫോം ഊരി എടുത്തിട്ട് ആ യൂണിഫോം എടുത്ത് ഇടുവാട്ടോ. അതിനുശേഷം അവിടുത്തെ ഒരു സ്റ്റാഫിനെ പോലെ നടന്നു പോകുവാണ്. ആ സമയത്ത് കല്യാണി കാർത്തികയും അവിടുത്തെ ഒരു സ്റ്റാഫിനോട് ചോദിക്കണ്ടേ, ഒരു ബ്ലൂ ഷർട്ട് ഇട്ട ഒരു ആള് ഇതിലേക്കൂടി പോയായിരുന്നു? പോയായിരുന്നു. അയാളെ ജാക്കറ്റ് നോക്കാൻ വേണ്ടി മുകളിലേക്ക് പോയിട്ടുണ്ട്. വാ കല്യാണി, അവൻ തന്നെയാ അത് എന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് ഒന്നുകൂടി കയറി പോവാണ്. ആ സമയത്ത് ഗംഗപ്രസാദ് ഡ്രസ്സ് മാറി അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുവാട്ടോ. ഹലോ ചേട്ടാ, ഇവിടെ ഒരു ബ്ലൂ ഷർട്ട് ഇട്ട ഒരാള് പോയായിരുന്നു? പോയിരുന്നു, അപ്പുറത്ത് പോയിരുന്നു. ശരി ചേട്ടാ, താങ്ക് യു എന്ന് പറഞ്ഞിട്ട് കിരണും കല്യാണിയും കാർത്തികയും കൂടി അതിന്റെ അകത്തേക്ക് പോകുവാട്ടോ. ആ സമയത്ത് ഗംഗപ്രസാദ് അവിടുന്ന് ഓടി രക്ഷപ്പെടുവാണ്. അവർ വാതിൽ തുറന്നു നോക്കുമ്പോൾ ഞെട്ടിപ്പോവാണ്. റൂമില് അവിടെ ഡ്രസ്സ് മാറുന്ന റൂമിൽ ഒരാളെ ചതിച്ചിട്ടിരിക്കുക കേട്ടോ. ചതച്ച് മലർത്തി ചോര വരുന്ന രീതിയിലേക്ക് ഇട്ടിരിക്കുകയാണ്. അയ്യോ കല്യാണി, ഇതാരാ ഇത്? അയ്യോ, ആരെങ്കിലും ഓടി വരുന്നേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അവിടെ സ്റ്റാഫുകളെല്ലാം കൂടി അവിടേക്ക് ഓടി വരുന്നുണ്ട്. എന്താ മേഡം, ഇവിടെ ഇയാൾ കിടക്കുന്നു, ഞങ്ങൾ വാതിൽ തുറന്നപ്പോ ഇയാൾ ഇവിടെ കിടക്കുമായിരുന്നു. അയ്യോ ചേട്ടാ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ സ്റ്റാഫുകളെല്ലാം പൊക്കിയെടുക്കുവാണ്. ചേട്ടാ എന്താ സംഭവിച്ചത്? എന്താ ചേട്ടാ എന്ന് പറഞ്ഞിട്ട് മുഖത്ത് വെള്ളം ഒഴിക്കുമ്പോൾ അയാൾ പതുക്കെ കണ്ണ് തുറക്കുന്നുണ്ട്. എന്താ സംഭവിച്ചെന്ന് അറിയില്ല. ഒരാൾ വന്നിട്ട് ജാക്കറ്റ് എവിടെ വെച്ചെന്ന് ചോദിച്ചിട്ട് എന്നെ അടിച്ച് തെറിപ്പിച്ച് എന്റെ യൂണിഫോം ഊരിക്കൊണ്ട് പോവുകയായിരുന്നു എന്ന് പറയുമ്പോ കല്യാണിയും അതുപോലെ തന്നെ കാർത്തികക്കും മനസ്സിലായി അത് ജെറി തന്നെയാണെന്ന്. കാർത്തിക പറയണ്ട്, മോളെ അത് അവൻ തന്നെയാണ്, അവനെ മനസ്സിലായി, നമ്മൾ അവനെ നോക്കി വന്ന കാര്യം, അവന് ഓടി രക്ഷപ്പെട്ടതാ. എന്നാലും ഇതെന്തൊരു രക്ഷപ്പെടലാ ചേച്ചി? കണ്ണ് തെറ്റിയപ്പോ തന്നെ അവന് ഓടി രക്ഷപ്പെട്ടല്ലോ. അവനെ തമിഴ്നാട്ടിൽ ഒരു പേരുണ്ട്, മിന്നൽ ഗംഗ എന്ന്. അവനെ നോക്കിയാ പെട്ടെന്ന് കാണത്തില്ല, അത്രക്ക് സ്പീഡ് അവന്. എന്റെ ചേച്ചി, അവന്റെ ഫോട്ടോ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഒന്ന് കാണായിരുന്നല്ലോ. എന്റെ മോളെ, അവന്റെ ഫോട്ടോ കണ്ടാൽ പോലും എനിക്കും അമ്മക്കും പേടിയാണ്, അതുകൊണ്ട് അവന്റെ ഫോട്ടോ പോലും ഡിലീറ്റ് ചെയ്തത്. മോളത് ആലോചിച്ച് നോക്ക്, ആ പ്രകാശനെ വിക്രത്തിനെ പോലും ഞാനും അമ്മയും ഭയന്നിട്ടില്ല. രാത്രി എനിക്കും അമ്മക്കും പുറത്തിറങ്ങി നടക്കാൻ ഒരു ഭയവുമില്ല. പക്ഷെ ഗംഗപ്രസാദിനെ എനിക്കും അമ്മക്കും പേടിയാണ്. അവൻ അത്ര പേടിക്കേണ്ട ഒരാളാണ് മോളെ, അതുകൊണ്ട് അവന്റെ ഫോട്ടോ പോലും വെക്കാത്തത്. സാരില്ല, നമുക്ക് അവനെ കയ്യിൽ കിട്ടും എന്ന് പറയണം. അതിനുശേഷം കാണിക്കാൻ മനോഹറിനെയാണ്. മനോഹർ ഒരു മുന്നറിയിപ്പും കൂടാതെ വന്ദനയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുവാട്ടോ. വന്ദനയുടെ അമ്മ വാതിൽ തുറക്കുന്നുണ്ട്. മോനോ? അതേ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറുവാണ്. ആ സമയത്ത് നമ്മുടെ വരുൺ പാട്ട് പാടിക്കൊണ്ട്
വരുണാണെങ്കിൽ ഒരു കൂസലില്ലാതെ പാട്ടൊക്കെ പാടിക്കൊണ്ട് അങ്ങോട്ട് വരും കേട്ടോ. അപ്പൊ തന്നെ മനോഹർ വരുണിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അല്ല അമ്മേ ഇതേതാ ഇവൻ എന്ന് ചോദിക്കുമ്പോ ആ ഇതോ എന്ന് പറയുമ്പോ തന്നെ വരുൺ അത് ചേട്ടനെ പരിചയപ്പെട്ടില്ലല്ലോ ഞാൻ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ വന്ദനയുടെ അച്ഛൻ പറയുന്നുണ്ട് ഇത് സുഗന്ധിയുടെ അനിയത്തിയുടെ മോനാ. ആഹാ കൊള്ളാം. എന്താ പേര്? എന്റെ പേര് ജാമ്പവാൻ. ജാമ്പവാനോ? അതെ അതെ, അത് പുരാണത്തിലൊരു കഥാപാത്രല്ലേ? അതെ, അതന്നെയാ എന്റെ പേര്. കൊള്ളാലും ഇവിടുത്തെ ആൾക്കാരുടെ പേര്. അല്ല ഇത് ആരാണെന്ന് ചോദിക്കുമ്പോഴേക്കും ഇത് സുഗന്ധിയുടെ അനിയത്തിയുടെ മോനെന്ന് പറഞ്ഞില്ല. കണ്ടാ വന്ദനനെ പോലെ ഉണ്ട് എന്ന് പറയുമ്പോ നമ്മുടെ അമ്മ പറയണ്ട അതെ വന്ദനയ്ക്കും ഇവനും ഒരേ മുഖച്ഛായാണ്. അതെല്ലാവരും പറയാറുണ്ട് ആങ്ങളെയും പെങ്ങളാണോന്ന്. എന്തായാലും ഇവിടുത്തെ ആൾക്കാരുടെ പേരൊക്കെ സൂപ്പറാണ് കേട്ടോ. വന്ദനയ്ക്കിന് വല്ല പേരുണ്ടോ? പിന്നെ അവളുടെ പേര് മണ്ടോദരി എന്നായിരുന്നു ആദ്യത്തെ പേര്. പിന്നെ മണ്ടു എല്ലാവരും വിളിച്ച് കളിയാക്കണം കണ്ടപ്പോ അവള് പേര് മാറ്റാൻ പറഞ്ഞിട്ടാ വന്ദന എന്നാക്കിയത്. കൊള്ളാം, എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് പേര്. അല്ല ചേട്ടന് ആദ്യമായിട്ടല്ലേ ഞാൻ കാണുന്നത്. ചേട്ടൻ നമുക്ക് ഫുഡ് കഴിച്ചാലോ എന്ന് വരുണ് ചോദിക്കുമ്പോ വേണ്ട അത് പറയാണ് അമ്മ. ഇവനിവിടുത്തെ ഫുഡ് കഴിക്കില്ല മോനെ, കല്യാണം കഴിഞ്ഞിട്ടേ കഴിക്കുള്ളൂ എന്നാ പറഞ്ഞ. അങ്ങനത്തെ നിർബന്ധമൊക്കെ ഉണ്ടോ? അമ്മേ ഞാൻ വെറുതെ ഇവിടെ വന്നപ്പോ അടുത്തോട് വന്നപ്പോ വന്ന് കേറിയെന്നേ ഉള്ളൂ. എന്നാ ശരി നമുക്ക് പിന്നീട് കാണാം എന്ന് പറഞ്ഞ മനോഹർ അവിടെ ഒരു സംശയം ഇല്ലാത്തത് കൊണ്ട് അവിടെ നിന്ന് പോകുവാട്ടോ. ശേഷം വരുൺ ഈ കാര്യം പോയിട്ട് മുകളിൽ നമ്മുടെ നിശ്ചയും ജുബാനയും നിധിയൊക്കെ ഉണ്ട് അവരോട് പോയി പറയാണ്. അപ്പൊ അവരൊക്കെ ചിരിക്കുകയാണ്. കൊള്ളാലോ, അപ്പൊ വരുണേട്ടനെ കണ്ട് അവനെ മനസ്സിലായില്ലേ? പെട്ടെന്നൊന്നും മനസ്സിലായില്ല, പക്ഷെ വന്ദനയുടെ മുഖച്ചായുണ്ടെന്നൊക്കെ അവൻ പറഞ്ഞു. കൊള്ളാം, എന്തായാലും നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ ചിരിച്ച് കൂട്ടാനുള്ള വകക്കുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയാണ്. അങ്ങനെ അവർ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ നിശ പറയണ്ട അതെ ഞാൻ ഇവിടെ വരാൻ പറഞ്ഞത് വേറൊന്നില്ല, ഈ മോതിരം കണ്ടില്ലേ, ഇത് നിങ്ങളുടെ നിശ്ചയ മോതിരമാ. നിശ്ചയം നടത്താത്തോണ്ട് കല്യാണത്തിന് രണ്ടുപേരും പരസ്പരം ഈ മോതിരം ഇടണം. ഇത് കല്യാണിച്ച് മേടിക്കാൻ പോയത് മൂർത്തീസ് ജ്വല്ലറില്ല. അപ്പൊ നയനേച്ചി എടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നയനേച്ചി ഈ മോതിരം സ്പോൺസർ ചെയ്തത് കേട്ടോ. രണ്ടുപേർക്കുള്ള വിവാഹ മോതിരം ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു എന്ന് പറയാണ്. ഒരു കണക്കിന് നിങ്ങൾ മനോഹരത്തിന് നന്ദി പറയണം. മനോഹർ ഉള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റിയത്. നിങ്ങൾ ഇതിലേക്ക് സംസാരിച്ചിരിക്കും വാ ജുബാനെ എന്ന് പറഞ്ഞിട്ട് നിശ അവിടുന്ന് പോകുവാണ്. ആ സമയത്ത് വരുൺ പറയുന്നുണ്ട് നിതയെടുത്ത് അതെ മനോഹരത്തിന് നന്ദി പറയണം, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പാവം പെൺകുട്ടിനെ നിതേന പോലത്തെ പാവം പെൺകുട്ടിനെ എനിക്ക് കിട്ടില്ലായിരുന്നല്ലോ എന്ന് പറയാണ്. നിതക്കും സന്തോഷമാവാട്ടോ. അതിനുശേഷം കാണിക്കണത് നമ്മുടെ ഗംഗപ്രസാദിനെയും അതുപോലെ തന്നെ വിക്രത്തിനെയും അതുപോലെ തന്നെ രാഹുലിനെയാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റോട്ടിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ പറയുന്നുണ്ട് അതെ ഗംഗപ്രസാദെ അവളെ സൂക്ഷിക്കണം, ആ കല്യാണിനെ എന്ന് പറഞ്ഞ കിരണിനെ വല്ല ഇമ്പ്രൂവ്മെന്റ് ഒന്നും ഇല്ലല്ലോ. ഇല്ലെന്നേ, അവൻ ജഡം പോലെ കിടക്കുവാണ്. എങ്കിലും ചേട്ടൻ എന്ത് ധൈര്യത്തില അവിടെയൊക്കെ കയറി ചെല്ലണത്? എന്റെ വിക്രമേ ധൈര്യമൊന്നും അല്ല, അവിടെ അങ്ങോട്ട് കയറി ചെല്ലുന്നു. അവരെങ്ങനെ ഉപദ്രവിക്കാൻ വന്ന എന്റെ കയ്യിൽ ആയുധങ്ങളുണ്ട്. പിന്നെ ഉപദ്രവിച്ചാൽ നേരിടേണ്ട ആള് ജഡം പോലെ കിടക്കുവാണല്ലോ, ആ ധൈര്യത്തിൽ കൂടെ കയറി ചെല്ലുക. അവരിതുവരെ എന്നെ കണ്ടുപിടിച്ചിട്ടില്ല. കണ്ടുപിടിച്ചാലും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ എല്ലാ ആയുധങ്ങളായിട്ട് ഞാൻ എല്ലാ ദിവസവും അങ്ങോട്ടേക്ക് പോവാറ്. അവന്റെ ആ ജഡം കിടപ്പ് കിടക്കണ കാണാൻ തന്നെ ഒരു സുഖമാണ്. പിന്നെ നിങ്ങൾ എന്റെ കൂടെ നിന്ന് നിങ്ങൾക്ക് ഇതിന്റെ ലാഭം ഉണ്ടാവും കേട്ടോ എന്ന് ഗംഗപ്രസാദ് പറയാണ്. അവളുടെ അമ്മയുണ്ടല്ലോ, അവളുടെ ആ കാർത്തികയുടെ അമ്മ, കോടിക്കണക്കിന് സ്വത്തുക്കൾ അവരുടെ പേരിലും കാർത്തികയുടെ പേരിലുള്ളത്. അവരില്ലാതായി കഴിഞ്ഞാൽ ആ കോടിക്കണക്കിന് സ്വത്തുക്കൾ എനിക്ക് കിട്ടും. അതിൽ നിന്ന് കോടികൾ ഞാൻ നിങ്ങളെ സഹായിക്കാം. രാഹുൽ അങ്കിള് ശരിക്കും പറഞ്ഞ പെങ്ങളുടെ കോടിക്കണക്കിന് സ്വത്തുക്കൾക്ക് വേണ്ടില്ലേ എല്ലാം ചെയ്തു കൂട്ടത്. ഇനി അതിന്റെ ആവശ്യമൊന്നുമില്ല. എനിക്ക് കാർത്തികയുടെ സ്വത്ത് കിട്ടുമ്പോൾ അതിൽ നിന്ന് ഞാൻ അങ്കിളിനെ സഹായിക്കാം, വിക്രത്തിനെ സഹായിക്കാം. നിങ്ങൾ എന്റെ കൂടെ നിന്നാ മാത്രം മതി, നിങ്ങൾക്കൊരു പോറല് പോലും സംഭവിക്കില്ല എന്ന് ഗംഗപ്രസാദ് പറയുന്നിടത്താണ്ടോ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.